സംരംഭക മികവിന് ആദരമൊരുക്കുന്ന 24 ബിസിനസ് അവാർഡ്സ് 2025 കൊച്ചിയിൽ തുടങ്ങി. മാരിയറ്റ് ഹോട്ടലിലാണ് പൊതുസമ്മേളനവും പുരസ്കാരദാനവും നടക്കുന്നത്. പുരസ്കാര വിതരണ ചടങ്ങ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുഖ്യ അതിഥിയാകും. എസ് ശ്രീകാന്ത് വേദിയിൽ നിന്നും ഇപ്പോൾ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി ചേരുന്നു കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, അപ്പോൾ ബിസിനസ് അവാർഡ്സ് 2025 തുടക്കമായിരിക്കുന്നു. എത്ര പ്രതിനിധികൾ പങ്കെടുക്കുന്നു? ഏതൊക്കെ വിഭാഗങ്ങളിലാണ് അവാർഡുകൾ വിതരണം ചെയ്യുക? ഞാനിപ്പോൾ നിൽക്കുന്നത് ലുലു മാരിയറ്റ് ഹോട്ടലിലാണ്. അതായത് നമ്മുടെ ബിസിനസ് അവാർഡ് 2025 നടക്കാൻ പോകുന്ന അല്പസമയത്തിനകം നടക്കും എന്നുള്ളതാണ്. ആ പരിപാടി നടക്കുന്ന വേദിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. പ്രധാനപ്പെട്ട പ്രമുഖരായ വ്യക്തികൾ, ഈ സംരംഭകർ, അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള ആളുകൾ എല്ലാവരും തന്നെ ഇവിടേക്ക് ഇതിനോടകം തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുറേ അധികം ആളുകൾ കൂടി ഇനി ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാനുമുണ്ട്. പരിപാടി അതിൻ്റെ തുടക്കം, അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കാൻ പോവുകയാണ്. അണിയറയിൽ ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഈ പരിപാടിയിൽ മുഖ്യാതിഥിയാകും. പൊതുസമ്മേളനവും പുരസ്കാര വിതരണവും നമ്മുടെ മന്ത്രി പി രാജീവ് ആയിരിക്കും നിർവഹിക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം, 11 വിഭാഗങ്ങളിലായാണ് നമ്മുടെ അവാർഡുകൾ നൽകുന്നതിന് വേണ്ടി ലക്ഷ്യമിട്ടിട്ടുള്ളത്. സാമൂഹ്യ പുരോഗതി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന സംരംഭകരെയാണ് ഈ ചടങ്ങിൽ നമ്മുടെ ബിസിനസ് അവാർഡ്സ് 2025 ആദരിക്കാൻ ഉദ്ദേശിക്കുന്നതും. നമ്മുടെ ചീഫ് എഡിറ്റർ MD-യും ചീഫ് എഡിറ്ററും കൂടിയായ SKN നമുക്കപ്പം SKN, നമ്മുടെ അവാർഡ് ബിസിനസ് അവാർഡ് അല്പസമയത്തിനകം തുടങ്ങാൻ പോവുകയാണ്. എന്തൊക്കെയാണ് നമ്മുടെ ഇതിൻ്റെ ഈ ഒരു പരിപാടിയുടെ ഹൈലൈറ്റ്? ഈ നമ്മുടെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ് കേരളം എന്നൊരിക്കൽ കൂടി പറയുന്ന ഒരു സംരംഭമാണിത്. ഒരുപാട് നിക്ഷേപകർ, അതായത് വിജയിച്ച സംരംഭകരാണ് ഇന്ന് ഈ അവാർഡ് വാങ്ങുന്നത്. കാരണം അവരുടെ അധ്വാനം കൊണ്ടും അതുപോലെ തന്നെ അവരുടെ കുറച്ച് ഭാഗ്യവും ഒക്കെ അനുവദിച്ചപ്പോൾ അവർ നല്ല സംരംഭകരായി ബിസിനസ്സിൽ ഒരുപാട് നേട്ടങ്ങൾ കൊയ്തു. അപ്പോൾ അവരെ നമ്മൾ ഇവിടെ വിളിച്ച് 24 ആദരിക്കുന്നു. ദാറ്റ് ഈസ് അവർ ബിസിനസ് അവാർഡ്. ഒരു ബിസിനസ് കോൺക്ലേവിന്റെ ഒരു വലിയ വിജയത്തിന് ശേഷമാണ്. നമ്മുടെ കോൺക്ലേവ് ഒരു വലിയ വിജയമായിരുന്നു. പ്രത്യേകിച്ച് നിതിൻ ഗഡ്കരിയൊക്കെ അതിൽ പങ്കെടുത്തു എന്നുള്ളതുകൊണ്ട് തന്നെ അത് വലിയൊരു വിജയമായിരുന്നു. അപ്പോൾ ഇതും തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കാണുമ്പോഴറിയാം ഇത് വലിയൊരു വിജയം തന്നെയാണ്. ഈ സംരംഭകരെയൊക്കെ നമ്മൾ ആദരിക്കുമ്പോൾ നമ്മൾ വ്യവസായ സമൂഹത്തെയാണ് നമ്മൾ ആദരിക്കുന്നത്. 4, 5, 8 പേരെ മാത്രമല്ല, ഇവിടെ വരുന്ന 10, 15 ആളുകളല്ല. ഈ സംസ്ഥാനത്ത് ഒരുപാട് സ്ട്രെയിൻ എടുത്ത് വ്യവസായങ്ങൾ കൊണ്ടുവരുന്ന ആളുകൾ കൂടിയുള്ള ആദരവാണ്. അങ്ങനെ ഒരു വലിപ്പത്തിലാണ് നമ്മളിതിനെ കാണുന്നത്. താങ്ക് യു. തീർച്ചയായും ഇതൊരു ചെറിയ ക്യാൻവാസ് അല്ല. ഒരു 10, 15 ബിസിനസ് രംഗത്തെ, സംരംഭക രംഗത്തെ പ്രമുഖരെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതിനോടകം തന്നെ ബിസിനസ് രംഗത്തെ പ്രമുഖരായ വ്യക്തിത്വങ്ങൾ, വലിയ വിജയം നേടിയ ആളുകൾ, അവരെല്ലാം തന്നെ ഇവിടേക്ക്, ഈ പരിപാടിയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലവേഴ്സ് TV ചെയർമാൻ ഗോകുലം ഗോപാലൻ, AVA ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ AV അനൂപ്, ഡെൻകെയർ സ്ഥാപകൻ ജോൺ കുര്യാക്കോസ്, ഫ്ലവേഴ്സ് TV മാനേജിംഗ് ഡയറക്ടറും 24 ചീഫ് എഡിറ്ററുമായ R. ശ്രീകണ്ഠൻ നായർ എന്നിവരടങ്ങുന്ന വിശിഷ്ടാതിഥികൾ ഈ ചടങ്ങിനെ സമ്പന്നമാക്കും. ഇതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ചാരിറ്റി പ്രോഗ്രാം കൂടി, 24 കണക്റ്റിന്റെ ഒരു ചാരിറ്റി പ്രോഗ്രാം കൂടി ഉണ്ട് എന്നുള്ളതാണ് പ്രധാനം. അതായത് ടൈപ്പ് 1 ഡയബറ്റിസ് ബാധിതരായ 500ഓളം കുട്ടികൾക്ക് 24 കണക്റ്റ് CGM എന്ന ഡിവൈസ് നൽകുന്ന പ്രൊജക്ടിന്റെ ഉദ്ഘാടനവും വേദിയിൽ വെച്ച് നടക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. എന്തായാലും അതിഗംഭീരമായ പരിപാടി. നേരത്തെ ബിസിനസ് കോൺക്ലേവ് വിജയകരമായി പൂർത്തിയാക്കി 24. അതിനുശേഷം ഇതാ ഈ വേദിയിൽ, കാണുന്ന വേദിയിൽ അല്പസമയത്തിനകം നമ്മുടെ ബിസിനസ് അവാർഡ്സ് 2025 അതിൻ്റെ തുടക്കമാവുകയും ചെയ്യും. 24 ബിസിനസ് അവാർഡ്സ് 2025 നടക്കുന്ന മാരിയറ്റ് ഹോട്ടലിലെ വേദിയിൽ നിന്നാണ് തത്സമയം ശ്രീകാന്ത് വിവരങ്ങളുമായി ചേർന്നത്.